ഭാര്യയുടെ പേരെന്താ? ഡോക്ടർ പ്രണവ് സാറിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ചാണകത്തിൽ വീണതുപോലെയുള്ള നിൽപ്പ് കണ്ടാണോ എന്നറിയില്ല. അവിടെ നിന്ന് എല്ലാവരും ചിരിയടക്കി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഗൗരവത്തോടെ ഡോക്ടർ പറഞ്ഞതൊന്നും ചെവി കൊടുക്കാതെ ചോദിച്ചു. അമ്മ നല്ല സ്റ്റഡിയായി ഇരിക്കുന്നത് കണ്ടില്ലേ? അത്ര കെയറിങ് അല്ലേ രണ്ട് മരുമക്കൾക്കും? പറഞ്ഞുകൊണ്ട് അയാൾ ചേച്ചിയെയും ഒപ്പം എന്നെയും നോക്കി. അമ്മാവൻ എൻ്റെ പുക കണ്ടേ അടങ്ങൂ. ഡോക്ടർ അമ്മയെ പരിശോധിക്കുമ്പോൾ മറ്റൊരാൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. നോക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ അങ്ങേരുടെ ഭാര്യയാണെന്ന് നെറ്റിയിൽ ഒട്ടിച്ചു കൊണ്ട് നടക്കുന്ന പോലെ. ഇനിയും ഇവിടെ ഇന്ന് ആരോഗ്യം കേടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ നിന്നും പ്രണവ് സാറിൻ്റെ മുഖത്ത് നോക്കാതെ നേരെ താഴേക്ക് ചെന്നു. ഗായത്രി, മാഡത്തിനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ? മാഡത്തിനല്ലല്ലോ, എനിക്കല്ലേ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ശാന്തി ചേച്ചി ചോദിച്ചപ്പോൾ എൻ്റെ നാവിൽ നിന്നും മറുപടിയും വന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? ഏയ് ഒന്നുമില്ല, മാഡത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രോഹിണി ചേച്ചിയും അവിടേക്ക് വന്നു. നേരത്തെ പോലെ തന്നെ ചേച്ചിയുടെ മുഖത്ത് ഒരു കളിയാക്കി ചിരിയുണ്ടായിരുന്നു. ശാന്തേച്ചി അറിഞ്ഞോ, ഇവിടെ ഇപ്പോൾ 2 മരുമക്കളുണ്ട്? ചേച്ചി എന്നെ നോക്കി കളിയാക്കിക്കൊണ്ട് ശാന്തേച്ചിയോട് പറഞ്ഞു. 2 പേരോ? ഒന്ന് രോഹിണി മോള്, മറ്റേയാളാരാ? പ്രണവ് സാറിൻ്റെ കല്യാണം അതിന് കഴിഞ്ഞില്ലല്ലോ? ശാന്തേച്ചി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ദേ ചേച്ചി, കഷ്ടമുണ്ടേ ചുമ്മാ കളിയാക്കുന്നത്. ഹാ, എൻ്റെ കണ്ടുപിടുത്തമല്ലല്ലോ, ഡോക്ടറുടെ കണ്ടുപിടുത്തമല്ലേ? അല്ല, എന്താ ശരിക്കും സംഭവിച്ചത്? ശാന്ത ചേച്ചി ചോദിച്ചപ്പോൾ നടന്നതെല്ലാം രോഹിണി ചേച്ചി വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാവരും കേട്ട് കഴിഞ്ഞ് 2 പേരും എന്നെ നോക്കി ചിരിച്ചു. ഇങ്ങനെ ചിരിക്കേണ്ട ഒരു കാര്യമില്ല, അയാൾക്ക് ഒരബദ്ധം പറ്റി ചോദിച്ചതല്ലേ. എന്തായാലും നീ എൻ്റെ കൂടെ വാ. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞാനില്ല. ആ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം. അതല്ല, അമ്മയുടെ ഒരു ഗുളിക അവിടെ റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല, അത് നോക്കാനാണ്. ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഒന്നും പറയാതെ പിന്നാലെ പോയി. എവിടെ വെച്ചതൊന്നും ഓർമ്മയില്ല, ഞാൻ റൂമിൽ നോക്കാം, നീ ഇവിടെ ഹാളിൽ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി റൂമിലേക്ക് പോയി. ഞാൻ ഹാളിൽ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടത്. പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇവിടെയുള്ള എല്ലാ സാധനത്തിനും ഒടുക്കത്തെ പൊക്കമാണ്. കൈ എത്തി നോക്കി കിട്ടിയില്ല. 1-2 തവണ ചാടി നോക്കി, എന്നിട്ടും രക്ഷയില്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. 3ാമതൊന്ന് ചാടിയതും കാലിന് ഗ്രിപ്പ് കിട്ടിയില്ല. വന്ന് വീഴാൻ പോയതും ഒരാൾ പിടിച്ചു. ചേച്ചി ആയിരിക്കും എന്ന് കരുതി തിരിഞ്ഞതും പ്രണവ് സർ. അല്പം മനുഷ്യത്വമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനടി ചുമ്മാ കിടന്ന് ചാടുന്നേ? അത് ഗുളിക എന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ ചൂണ്ടിക്കാണിച്ചു. എന്തൊക്കെ പിറുപിറുത്തുകൊണ്ട് മുകളിൽ നിന്ന് സാറ് ഗുളിക എടുത്ത് എൻ്റെ കയ്യിൽ തന്നതും പിന്നിൽ നിന്നൊരു അശരീരി കേട്ടു. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അങ്ങേര് എന്നെ കൊല്ലാതെ ഇവിടെ നിന്ന് പോകില്ല. ആ ചോദ്യം പ്രണവ് സാറിന് ഒട്ടും ഇഷ്ടമായില്ല എന്നത് ആ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തം. ഇവൾ എൻ്റെ ഭാര്യയല്ല, ഇവിടുത്തെ വേലക്കാരിയാ. പുച്ഛത്തോടെ സാറ് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഡോക്ടർ നിന്നു. സത്യമാണ് പറഞ്ഞതെങ്കിലും അല്പം മയത്തിലൊക്കെ പറഞ്ഞുകൂടെ എന്ന് സാറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിപ്പോയി. ഓ, ഐ ആം സോറി മിസ്റ്റർ പ്രണവ്, ഞാൻ കരുതി. പ്രണവ് സാർ മറുപടിയൊന്നും പറയാതെ പോകാൻ തുടങ്ങിയതും മിസ്റ്റർ പ്രണവ് ഡോക്ടർ വിളിച്ചപ്പോൾ സാറ് നോക്കി. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ പോയി. എന്ത് നല്ല മനുഷ്യൻ, അയാൾ പോലും അറിയാതെ അയാൾ എൻ്റെ കുഴി തോണ്ടിയിട്ട് പോയി. ഞാൻ പരുങ്ങലോടെ സാറിൻ്റെ മുഖത്ത് നോക്കി. ഭാഗ്യത്തിനപ്പോൾ രോഹിണി ചേച്ചി വന്നു. ഗായത്രി, ഗുളിക കിട്ടിയോ? ആ, നീയും ഇവിടെ ഉണ്ടായിരുന്നോ? രോഹിണി ചേച്ചി സാറിനോട് ചോദിച്ചപ്പോഴും ഒന്നും പറയാതെ മുകളിലേക്ക് പോയി. എന്തു പറ്റി അവന്? മറുപടിയായി ഒരു ചിരി മാത്രം ഞാൻ ചേച്ചിക്ക് സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വലിയ പൊട്ടലും ചീറ്റലും ഇല്ലാതെ പോയി. സതിമയുടെ വേദന മുമ്പത്തേക്കാളും ഉഷാറായി നടന്നു തുടങ്ങി. ഒപ്പം എന്നോടുള്ള സ്നേഹവും കൂടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രണവ് സാർ ഒഴികെ ബാക്കി എല്ലാവരും സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. അവിടെ ജോലിക്ക് നിൽക്കുന്നതിൽ ഏറ്റവും പ്രായം കുറവ് എനിക്കായതുകൊണ്ടാവാം ഒരു കരുതലും അവർക്കുണ്ടായിരുന്നു, പ്രണവ് സാറിനൊഴികെ. മോളെ, രോഹിണി കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അടുക്കളയിൽ വരുന്നതിനൊപ്പം ശാന്ത ചേച്ചി പറഞ്ഞു. ആണോ? ഞാൻ ഹാളിലേക്ക് പോകാൻ തുടങ്ങിയതും ഒന്ന് നിന്നു. അല്ല, രോഹിണി ചേച്ചിയെ പോലെ ആയിരിക്കുമോ അവരും? അതോ പ്രണവ് സാറിനെ പോലെ എന്തിനും ഏതിനും പിടിച്ചു തിന്നാൻ നിൽക്കുന്നത് പോലെ ആയിരിക്കുമോ? നീ എന്താ ആലോചിക്കുന്നേ? മറുപടി പറയാൻ തുടങ്ങിയതും രോഹിണി ചേച്ചി അവിടേക്ക് വന്നു. ഹാ, നീ വാ, എൻ്റെ അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്താം. എനിക്ക് പറയാൻ ഒരു ഗ്യാപ്പ് പോലും തരാതെ ചേച്ചി എൻ്റെ കൈയും പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. പ്രവീൺ സാറിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന് 2 പേരും രോഹിണി ചേച്ചിയും പിന്നിൽ നിൽക്കുന്ന എന്നെയും നോക്കി. ഞാനും അവരുടെ മുഖത്ത് നോക്കി. ഇതാ ഗായത്രി, ഞാൻ പറയാറില്ലേ? അപ്പോൾ അവർ 2 പേരും എനിക്കൊരു പുഞ്ചിരി നൽകി. തിരികെ ഞാനും. വളരെ 1-2 കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളെങ്കിലും അവർ 2 പേരും ചേച്ചിയെപ്പോലെ തന്നെ പാവമാണ് എന്നെനിക്ക് മനസ്സിലായി. മാത്രമല്ല, ആ അമ്മയുടെ തലോടലോടെയുള്ള സംസാരത്തിലും ഒരമ്മയുടെ സ്നേഹവും എനിക്ക് തോന്നി.
ആ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. പ്രവീൺ സാറിൻ്റെ അമ്മയും അച്ഛനും താഴേക്ക് വന്നു. സന്തോഷത്തോടെ ഒപ്പം സ്നേഹത്തോടെയുള്ള അവരുടെ എല്ലാ സംസാരവും കേട്ടപ്പോൾ അറിയാതെ നെഞ്ചൊന്ന് പെടഞ്ഞു. ഇതുപോലെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ എനിക്ക് യോഗമില്ലല്ലോ. ശാന്തി ചേച്ചി ചായ എല്ലാവർക്കും കൊണ്ടുവന്നു കൊടുത്തു. അവരുടെ കുടുംബകാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അല്പം മാറിയിരുന്നു. എത്രയൊക്കെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും അടുക്കളക്കാരി ഒരിക്കലും കുടുംബക്കാരിയാവില്ലല്ലോ. പ്രണവിൻ്റെ കല്യാണാലോചന ഏതുവരെയായി? ആലോചനകൾ വന്നിട്ട് എന്ത് കാര്യം? അവന് കല്യാണത്തിനോട് ഒന്നും ഒരു താല്പര്യമില്ല. അല്ല, ഇനി അവന് വല്ല പ്രണയവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അതുകൊണ്ടാണോ കല്യാണത്തിന് മുടക്കം പറയുന്നത്? രോഹിണി ചേച്ചിയുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. നേരെ ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്ത ആ സാധനമല്ലേ ഇനിയൊരു പെണ്ണിനെ പ്രേമിക്കാൻ. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ മുഖത്ത് മാത്രമല്ല അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖത്തും ആ ചിരി ഉണ്ടായിരുന്നുവെന്ന്. പ്രേമം, അതും അവന്. അച്ഛൻ നടക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. സ്വന്തം അനിയനെക്കുറിച്ച് എൻ്റെ അതേ അഭിപ്രായമാണ് പ്രവീൺ സാറിനും എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. പതിവ് പോലെ ചെറിയ തട്ടലും പ്രണവ് സാറിൻ്റെ പൊട്ടലുമായി എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ആ ഗായത്രി വന്നോ? ഞാൻ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകുകയാണ്. രാത്രിയാകും ചിലപ്പോൾ വരാം. മാത്രമല്ല ഏതോ പാർട്ടിക്കാരുടെ റോഡ് തയ്യലിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. അത്രയും പറഞ്ഞ് സതി മാഡം പോയി. മുമ്പ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ മാത്രം പറഞ്ഞിട്ട് പോകുന്ന മാഡമായിരുന്നു ഇപ്പോൾ എവിടെ പോകുന്നു എന്ന് പോലും എന്നോട് പറഞ്ഞിട്ട് പോകുന്നത്. ഒരു വീഴ്ചയിൽ എല്ലാ മനുഷ്യരും പഠിക്കും. മാഡം പോയതിന് പിന്നാലെ രോഹിണി ചേച്ചിയും എൻ്റെ അടുത്ത് യാത്ര പറയാൻ വന്നു. എല്ലാവരും പോകുന്നുണ്ട് അല്ലേ? പ്രണവ് ഒഴികെ എല്ലാവരും ഉണ്ട്. അവന് ഈ അമ്പലവും കാര്യങ്ങളൊന്നും ദഹിക്കില്ല. ശരിയാ, അതിന് ചാത്തന സേവയാണ് നല്ലത് എന്ന് മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണിക്കാരും അവിടെയായിരുന്നു. ഞാനും ശാന്ത ചേച്ചിയും രാഘവേട്ടനും ഉൾപ്പെടെ വളരെ കുറച്ച് ജോലിക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ ജോലികളും തീർന്നിരുന്നു. നമുക്ക് ഇറങ്ങാം. ഇനിയും നിന്നാ ബസ് കിട്ടില്ല. ഏതോ പാർട്ടിക്കാരുടെ ജാതിയും വഴിതടയിലും ഒക്കെയുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇറങ്ങാൻ തുടങ്ങിയതും അകത്തു നിന്ന് ഫോൺ ബെല്ലടിച്ചു. പ്രണവ് സാർ മുകളിലാണ്, ഞാൻ പോയി എടുക്കാം. ശാന്ത ചേച്ചി അകത്തേക്ക് പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് എല്ലാ ജോലിക്കാരും പോയി എന്ന് മനസ്സിലായത്. മോളെ, നിന്റെ അനിയത്തിയാ. ശബ്ദം കേട്ടിട്ട് എന്തോ അത്യാവശ്യമുള്ളതുപോലെ തോന്നുന്നു. ഞാൻ ജോലിക്ക് വരുമ്പോൾ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനാണ് ഇവിടുത്തെ നമ്പർ അവൾക്ക് കൊടുത്തത്. പതിവില്ലാതെ ഇപ്പോൾ എന്താ ഒരു വിളി? ചേച്ചി പോയിക്കോ, എന്നെ കാത്തു നിന്ന് ബസ് കളയണ്ട, നാളെ കാണാം. ശാന്ത ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്ന് ഫോൺ എടുത്തു. ഹലോ ചേച്ചി. അവളുടെ ശബ്ദം വ്യക്തമല്ലായിരുന്നുവെങ്കിലും നല്ല പതർച്ചയുള്ളതുപോലെ എനിക്ക് തോന്നി. സ്വാതി, എന്താ മോളെ? ചേച്ചി, എന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുവന്ന് ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എനിക്ക് പേടിയാവുന്നു ചേച്ചി. വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ഒരു നിമിഷം രക്തം മൊത്തം തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്ന പോലെ എനിക്ക് തോന്നി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നീ ഇപ്പോൾ എവിടെയാ? സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഗോഡൗണിലാണ്. ഇപ്പോൾ ആരും കാണാതെ അതിലൊരാളുടെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് പേടിയാവുക ചേച്ചി, പെട്ടെന്ന് വാ. അത്രയും പറഞ്ഞ് പിന്നെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഹലോ സ്വാതി. ഫോണ് പൂർണ്ണമായും ഡിസ്കണക്റ്റായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. ഈശ്വര, എൻ്റെ അനിയത്തി. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. പക്ഷേ ശാന്ത ചേച്ചി ഉൾപ്പെടെ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. നിസ്സഹായത മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ചുറ്റും. എൻ്റെ സ്വാതി, ആരോട് സഹായം ചോദിക്കും? അപ്പോഴാണ് ആ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നത്. പ്രണവ് സാർ. ഞാൻ വീണ്ടും അകത്തേക്ക് ചെന്നു. മുകളിൽ കയറാൻ തുടങ്ങിയതും സാറ് താഴേക്ക് വന്നു. എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് ഞാൻ വിളിച്ചു, സാർ. അത് എൻ്റെ അനിയത്തി. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എല്ലാം സാറിനോട് പറഞ്ഞു. ദയവ് ചെയ്ത് സഹായിക്കണം. അപ്പോഴും ആ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. നിനക്കോ നിന്റെ കുടുംബത്തിനോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോടല്ല ചോദിക്കേണ്ടത്. നിന്റെ അനിയത്തി ആരോ പിടിച്ചുകൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, പോയി പോലീസ് സ്റ്റേഷനിൽ പറ എന്ന് പറഞ്ഞ് വീണ്ടും പോകാൻ തുടങ്ങിയതും ഞാൻ വീണ്ടും തടസ്സമായി നിന്നു. സർ, ഞാൻ കാലു പിടിക്കാം, സഹായിക്കണം. ഒരേ കാര്യം ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. മരിച്ചുപോയ നിങ്ങളുടെ അനിയത്തിയെ ഓർത്തിട്ടെങ്കിലും. എൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സാർ അവിടെ നിന്നു. ഞാൻ അടുത്തേക്ക് ചെന്നു. എൻ്റെ അനിയത്തിയുടെ ജീവൻ്റെ കാര്യമാണ്, സഹായിക്കണം. അനിയത്തിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ആ കണ്ണുകൾ പതിയെ അലിയുന്നത് ഞാൻ അറിഞ്ഞു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം സാറ് ചോദിച്ചു, ഏത് ഗോഡൗണാണ്? 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തി. പെട്ടെന്ന് തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. നേരത്തെ എൻ്റെ വാക്കുകളുടെ ശക്തി കൊണ്ടാണോ അതോ എൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണോ എന്നറിയില്ല, സാറും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. സാറിൻ്റെ പിന്നാലെ ഞാൻ ആ ഗോഡൗണിലേക്ക് കയറി.
മൊത്തം പൊടിയും എല്ലാം പിടിച്ചു കിടക്കുമായിരുന്നു അവിടെ. വിശാലമായി കിടക്കുന്ന അവിടെ എല്ലായിടത്തും ഞങ്ങൾ നോക്കി. പക്ഷേ ഒരിടത്തും സ്വാതിയെ മാത്രമല്ല ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും ഞങ്ങൾ കണ്ടില്ല. നീ എന്താ മനുഷ്യനെ കളിയാക്കുവാണോ? എവിടെ നിന്റെ അനിയത്തി? കുറച്ചു മുമ്പ് വരെ സാറിൻ്റെ കണ്ണിൽ കണ്ട ദയ ഒന്നും ഇപ്പോൾ കാണാനില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉണ്ടെന്നാ അവൾ വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ എവിടെ? ഉച്ചത്തിലുള്ള സാറിൻ്റെ സംസാരം അവിടെയെല്ലാം പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം കൂടി വന്നു. സർ എൻ്റെ അടുത്തേക്ക് വന്നു. അതോ വേറെ എന്തെങ്കിലും പ്ലാനാണോ ഇത്? എന്തു പറയണമെന്നറിയാതെ ഞാൻ നിന്നു. ഇനി എന്തായാലും സ്വന്തം അനിയത്തിയെ നീ തന്നെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അത്രയും പറഞ്ഞ് സാറ് തിരിഞ്ഞു നടന്നതും ഒരു നിമിഷം അവിടെ നിന്നു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. തുറന്നു കിടന്ന ഗോഡൌണിൻ്റെ വാതിൽ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നു. അതും കൂടെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. സർ എനിക്ക് നേരെ ഒരു രൂക്ഷനോട്ടം നൽകിയിട്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. തട്ടിയും ചവിട്ടിയുമായി സാർ അത് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല. അവസാനമായി അതിലൊരു ചവിട്ടും കൊടുത്ത് സാർ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ 2 കൈയിലും മുറുകെ പിടിച്ചു. സത്യം പറയടി, എന്താ ഇതൊക്കെ? ദേഷ്യം പ്രതിധ്വനിക്കുന്ന വാക്കുകളായിരുന്നു. എനിക്കറിയില്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സാർ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ആ വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടാളും അവിടേക്ക് നോക്കിയപ്പോൾ 2-3 ആളുകൾ എത്തിയിരുന്നു. എന്താ ഇവിടെ? അതിലൊരാളുടെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടപ്പോഴാണ് സാറിൻ്റെ പിടി എൻ്റെ കൈകളിൽ മുറുകിയിരിക്കുന്ന കാര്യം ഓർത്തത്. ഞാൻ പെട്ടെന്ന് അല്പം മാറിയിരുന്നു. അവരുടെ അർത്ഥം വെച്ചുള്ള നോട്ടമോ സംസാരമോ ഗൗനിക്കാതെ സാറ് പോകാൻ തുടങ്ങിയതും അങ്ങനെ അങ്ങ് പോയാലോ? എന്താ സദാചാരമാണോ? ആണെങ്കിൽ പുല്ലാണ്, മാറി നിൽക്കടോ. സാർ അവരെ ആരെയും ഗൗനിക്കാതെ പുറത്തുപോയി. പിന്നാലെ ഞാനും. പുറത്തു വന്നപ്പോഴാണ് അവിടെയും കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടത്. എല്ലാം കണ്ട് തകർന്ന അവസ്ഥയിൽ ഞാൻ. കവിളിൽ നനവ് തട്ടിയപ്പോഴാണ് കരയുകയാണെന്ന് പോലും മനസ്സിലായത്. പക്ഷേ ആ ആൾക്കൂട്ടത്തിൽ ഒരു പരിചിത മുഖമായി ഞാൻ കണ്ടു. ചെറിയമ്മ. എന്നെ കണ്ടപ്പോൾ ഒരു വിജയഭാവമായിരുന്നു അവരുടെ മുഖത്തെങ്കിൽ എൻ്റെ കൂടെ സാറിനെ കണ്ടപ്പോൾ മുഖത്തടിയേറ്റതുപോലെ അവർ നിന്നു. 2 പേരും കൂടെ എന്തായിരുന്നു അകത്ത്? വീണ്ടും സദാചാരക്കൂട്ടത്തിലെ ചോദ്യം ഉയർന്നപ്പോൾ ഒന്നും ഗൗനിക്കാതെ സാറ് പോകാൻ തുടങ്ങിയതും ഒരാൾ സാറിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ഇതിന് ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് നീ ഇവിടെ നിന്നും പോയാൽ മതി. കൈയെടുക്ക്. ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് കരണമടിച്ച ഒരു മറുപടിയായിരുന്നു സാറ് കൊടുത്തത്. ഡാ, തൊട്ടുപോകരുത്. നിൻ്റെയൊക്കെ സദാചാരം എൻ്റെ അടുത്ത് വേണ്ട. പിന്നെ ഇവിടെ ഒരു പെണ്ണുമായി നിനക്ക് എന്തു പരിപാടിയായിരുന്നടാ? സാർ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവള് നിന്റെ മോളൊന്നുമല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ പല ബന്ധങ്ങളും കാണും. അതൊക്കെ ഇവിടെ ഒരുത്തിനെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ദേഷ്യം കൊണ്ട് മാത്രമാണ് സാറിൻ്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ വന്നതെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം ഓർത്ത് വിങ്ങിയ നെഞ്ചുമായി ഞാൻ നിന്നു. ഡാ, നീ എൻ്റെ മോളെ നശിപ്പിച്ചുവല്ലേ? ആ കൂട്ടത്തിൽ നിന്ന് ചെറിയമ്മ മുന്നോട്ട് വന്നു. അവരെ കണ്ടപ്പോൾ സാർ അവരുടെ മുഖത്ത് നോക്കി. പിന്നീട് എൻ്റെയും. ഒരു പുച്ഛത്തോടെ സാർ എൻ്റെ നോർക്ക് തിരിഞ്ഞു. ഓ, അപ്പോൾ അമ്മയുടെയും മോളുടെയും പ്ലാനായിരുന്നു അല്ലേ എല്ലാം? ആ വാക്കുകൾ കേട്ടപ്പോൾ പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ നിന്നു. ഒന്നോർത്തോ, ഇന്നിവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കും. സാറിൻ്റെ ആ വാക്കുകൾ എപ്പോഴത്തെയും പോലെ ദേഷ്യത്തിൻ്റെ സ്വരം മാത്രമല്ലായിരുന്നു, ഒരു ഭീഷണിയും ആ സ്വരത്തിലുണ്ടായിരുന്നു. വീണ്ടും കത്തിച്ചൊലിക്കുന്ന കണ്ണുകളോടെ എന്നെ നോക്കിയതിന് ശേഷം സാറ് പോയി. കൂടി നിൽക്കുന്ന ആളുകളുടെ അടക്കം വെച്ചുള്ള സംസാരം കേട്ട് എല്ലാം തകർന്ന അവസ്ഥയിൽ ഞാനും. ഇവൾ നാണം കെടുത്തിയില്ലേ ഞങ്ങളെ? ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചെറിയമ്മയുടെയും അച്ഛൻ്റെയും നിർത്താതെയുള്ള കുത്തുവാക്കുകൾ കേട്ടപ്പോഴും മുറിയിൽ നിന്ന് ഇറങ്ങാതെ അവസാനം ഇടർന്നു വീണ കണ്ണീരോടെ ഞാനിരുന്നു. ചേച്ചി, എന്താ ഇത്? എന്തൊക്കെയാ അമ്മ പറയുന്നത്? സ്വാതി ചോദിച്ചപ്പോഴും മറുപടി ഇല്ലായിരുന്നു എനിക്ക്. പതിയെ ഞാൻ അവളോട് കാര്യം പറഞ്ഞു. ഞാൻ വിളിച്ചെന്നോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എനിക്കറിയില്ല മോളെ, ഒന്നും എനിക്കറിയില്ല. ചേച്ചിയെ ആരോ ചതിച്ചതാണ്. സ്വാതിയുടെ ആ വാക്കുകൾ നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചേച്ചിയെ അടുത്തറിയാവുന്ന ആരോ തന്നെയാണ്. എനിക്കും എന്തെങ്കിലും പറ്റിയാൽ ചേച്ചി ഒന്നും ചിന്തിക്കാതെ ഇറങ്ങുമെന്ന് ഉറപ്പുള്ള ആൾ. അങ്ങനെ ഒരാളെ ഉള്ളൂ ഇവിടെ. സ്വാതി എൻ്റെ മുഖത്ത് നോക്കി ഉത്തരം തിരഞ്ഞപ്പോൾ കണ്ണീർ തുടച്ചുകൊണ്ട് ഞാൻ മുറക്ക് പുറത്തിറങ്ങി. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ. കുടുംബത്തിന് അപമാനമുണ്ടാക്കി തന്ന അസത്തെ മതി. എൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് ചെറിയമ്മ നിശബ്ദയായി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണ് എന്നറിയാം. പക്ഷേ ഇത്രമാത്രം ദ്രോഹം എന്നോട് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവർ പരങ്ങളോടെ ചോദിച്ചതും ആ സുധി അകത്ത് ദേഷ്യത്തോടെ കയറി വന്നു. ചേച്ചിയുടെ ഒറ്റ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ആ ഗോഡൌണിൽ കയറിയിരുന്നത്. അവസാനം ആളുകൾ കൂടിയപ്പോൾ ഇവരുടെ കൂടെ പിടിച്ചത് ഏതോ ഒരുത്തനെ. അയാളുടെ ആ വാക്കുകൾ കൂടെ കേട്ടപ്പോൾ എൻ്റെ എല്ലാ സംശയങ്ങളും വ്യക്തമായി. ഓ,
അപ്പോൾ അങ്ങനെയാണല്ലേ? എൻ്റെ സമ്മതത്തോടെ ഇയാളുമായുള്ള എൻ്റെ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ കണ്ടുപിടിച്ച അവസാന മാർഗം ആണ് അല്ലേ? അതേടി, അത് തന്നെയാ സത്യം. സ്വാതിയുടെ പേര് പറഞ്ഞ് നിന്നെ അവിടെ വിളിച്ചു വരുത്തി. നിനക്ക് മുമ്പ് തന്നെ ശ്രുതി ആ ഗോഡൗണിൽ കയറിയിരുന്നു. ആളുകൾ കൂടുമ്പോൾ നിന്നെയും ശ്രുതിയെയും ഒരുമിച്ച് പിടിക്കാൻ. പക്ഷേ എല്ലാം തെറ്റിപ്പോയി. അവിടേക്ക് നീ ഒറ്റയ്ക്ക് വരുമെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് തെറ്റി. വേറെ ഒരുത്തിനെയും കൊണ്ട് വന്ന് എല്ലാം നശിപ്പിച്ചു. ചെറിയമ്മ കളി തുള്ളിക്കൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ദുഷ്ടിയാവാൻ? സ്വാതി, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടും. ഞാൻ കാരണമാണ് ചേച്ചിക്ക് ഈ മാനക്കേട് സഹിക്കേണ്ടി വരുന്നത്. ഇനി ചേച്ചിയുടെ ഭാവിയെക്കുറിച്ച് അമ്മ ഓർത്തിട്ടുണ്ടോ? അപ്പോഴും പദ്ധതിയൊന്നും നടക്കാത്തതിൻ്റെ നിരാശയായിരുന്നു അയാളുടെ മുഖത്ത്. സുധി, നീ വിഷമിക്കേണ്ട. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്നത് നല്ലതാണ്. വേറെ ഒരുത്തൻ്റെ കൂടെ പിടിച്ച ഇവളെ ആര് കെട്ടാനാണ്? നിനക്ക് തന്നെ ഇവൾ സ്വന്തമാകും. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ സ്ത്രീയെ പച്ചയ്ക്ക് കത്തിക്കാനാണ് തോന്നിയത്. പക്ഷേ അവൻ അത്ര ചില്ലക്കാരനൊന്നുമല്ല, അവൻ്റെ കുടുംബവും. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്തൊക്കെയായാലും പണക്കാരായ അവർ ഇവിടെ വന്ന് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർക്കാൻ നമ്മുടെ കാല് പിടിക്കും. ആ ചുളിവിൽ കുറച്ച് കാശ് നമുക്ക് ഒപ്പിക്കാം. അമ്മ എന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ അറപ്പാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്വാതി അകത്തേക്ക് പോയി. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. ഞാൻ മുറിയിലേക്ക് ചെന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ പിടിച്ചത് പരിചിതമായ ആ 2 ശബ്ദങ്ങളിലായിരുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല. അധികം വൈകാതെ തന്നെ സതി മേഡവും രോഹിണി ചേച്ചിയും എൻ്റെ മുറിയിലേക്ക് വന്നു. തളർന്നിരുന്ന ഞാൻ അവരെ കണ്ടപ്പോൾ എണീച്ചു. പക്ഷേ അവർ രണ്ടുപേരുടെയും മുഖത്ത് നോക്കാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല. എന്താ ഗായത്രി ശരിക്കും സംഭവിച്ചത്? എൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ എൻ്റെ അമ്മ എന്നുള്ള കഥാപാത്രം നന്നായി അഭിനയിച്ചു തുടങ്ങി. എൻ്റെ പൊന്നുമോൾക്ക് ഈ ഗതി വന്നല്ലോ. ആരാ എൻ്റെ കുട്ടിയെ ചതിച്ചതാണ്? എൻ്റെ മോളുടെ ഭാവി തകർന്നില്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ കള്ളക്കണ്ണീർ പൊഴിച്ചു. അതെല്ലാം വിശ്വസിച്ച് മാഡവും ചേച്ചിയും. മാഡം എൻ്റെ അടുത്തേക്കായി വന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഒരു സമാധാനവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇവിടേക്ക് വന്നത്. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് മാഡം തുടർന്നു. പ്രണവ് ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതേ വിശ്വാസം കുറച്ച് നാളുകളുടെ പരിചയമേ ഉള്ളൂ എങ്കിലും നിന്നോടുമുണ്ട്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് എന്ത് കാര്യം? നാട്ടുകാരെ ആര് വിശ്വസിപ്പിക്കും? നിങ്ങളൊക്കെ പണക്കാരായതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നമായില്ല. പക്ഷേ എൻ്റെ പൊന്നുമോളുടെ കാര്യമാണ്. അവരുടെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഒരു തരം മറപ്പായിരുന്നു എനിക്ക്. എങ്കിലും മൗനം പാലിച്ച് ഞാൻ നിന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി ഞാൻ വന്നിരിക്കുന്നത്. മാഡം അത് പറഞ്ഞപ്പോൾ കൈ നിറയെ വരാൻ പോകുന്ന പണത്തിനെ കുറിച്ചോർത്ത് ചെറിയമ്മയുടെ മുഖം തെളിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഞാൻ നിന്നു. പക്ഷേ മാഡത്തിൻ്റെ നാവിൽ നിന്ന് വന്ന അടുത്ത വാക്കുകൾ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. ഗായത്രിയെ പ്രണവ് കല്യാണം കഴിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി നിന്നു. സത്യമാണോ അമ്മേ? ചിരിച്ചുകൊണ്ട് രോഹിണി ചേച്ചി ചോദിച്ചുവെങ്കിലും പെട്ടെന്ന് ആ മുഖം വാടി. പക്ഷേ പ്രണവ്, അവൻ സമ്മതിക്കുമോ? പ്രണവിൻ്റെ സമ്മതവും സമ്മതക്കുറവും ഞാൻ നോക്കുന്നില്ല. ഗായത്രിക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം നടക്കും ഉടനെ തന്നെ. മാഡത്തിൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ പണം തട്ടാനുള്ള എല്ലാ പ്രതീക്ഷയും തകർന്ന നിരാശയാണ് ചെറിയമ്മയുടെ മുഖത്ത് തെളിഞ്ഞതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഉള്ള പ്രണവ് സാറിൻ്റെ പ്രതികരണം ഓർത്തുള്ള പേടിയാണ് എൻ്റെ മുഖത്ത് നിറഞ്ഞത്.